എണ്ണകൾ അല്ലെങ്കിൽ മുറിവെണ്ണയായാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ആ എണ്ണകളിൽ എണ്ണ ഏതെങ്കിലും ചൂടാക്കുക. എങ്ങനെ ചൂടാക്കണം? എണ്ണ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം പോയി. എണ്ണ പാത്രത്തിൽ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടും. പിന്നെ അത് തേച്ചിട്ട് കാര്യമില്ല. ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ആ ചൂട് വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഇറക്കി വെച്ച് അങ്ങനെ ചൂടായ എണ്ണയെ തേക്കാവൂ. തിളച്ചാൽ എണ്ണയുടെ ഫലം പോയി കേട്ടോ. അപ്പോൾ ആ ചൂടാക്കിയ എണ്ണ മേത്തൊക്കെ പുരട്ടുക. അങ്ങനെ ആ സമയത്ത് പുരട്ടുമ്പോൾ നിങ്ങളുടെ കോശം മുഴുവനും പുനർജീവിക്കും. വെച്ചലൊക്കെ പോവും, കോശമൊക്കെ പുനർജീവിക്കും. ചുക്കും ചുളിവും ഒക്കെ ഇവിടെ മാറും. ഈ അവിടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്ന അസുഖം കുറയും, വാതശങ്ക കുറയും. പിന്നെ എല്ലാവർക്കും ഇപ്പം അവിടെയൊക്കെ വേദന, ഇപ്പം നിലത്തിരിക്കുന്നതുപോലെ തന്നെ അപൂർവമായി അതിനൊക്കെ ഒരു ഉപകാരവും. മനസ്സിലായില്ലേ? ഈ എണ്ണ തേക്കുക. എണ്ണ ഇങ്ങനെ ശരീരത്തിലൊന്ന് പിടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിക്കണം. മനസ്സിലായില്ലേ? ആ കുളിക്കുന്നത് ഇളം ചൂടാക്കിയ വെള്ളത്തിൽ കുളിക്കണം. ഗ്യാസിലൊന്നും ചൂടാക്കരുത് കേട്ടോ. മനസ്സിലായില്ലേ? വിറകൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കുക. മനസ്സിലായില്ലേ? വിറകിട്ട് തിളപ്പിക്കാൻ വഴിയില്ലാത്തവർ ഗ്യാസിൽ തിളപ്പിച്ചോളൂ. നിവൃത്തിയില്ലല്ലോ, അടുപ്പേ ഇല്ലാതായ അടുപ്പേ ഞങ്ങൾ കാണലില്ല, പറഞ്ഞാൽ നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളം ചൂടാക്കുക. ഗ്യാസിൽ ചൂടാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. കാരണം ഇശിയേറെ നേരം ചൂടാവണേ ആ വെള്ളം. ആ വെള്ളത്തിന് കുറേ ആയുർവേദ കൂട്ടുണ്ട്. മനസ്സിലായില്ലേ? വെള്ളത്തിന് എന്താ ആയുർവേദ കൂട്ട് ഇടേണ്ടതറിയോ? അതിൽ പഴുത്ത പ്ലാവിൻ്റെ ഇല ഇടണം. ഈ എല്ലാ അമ്മമാർക്കും ഈ എണ്ണയെക്കുറിച്ച് അറിവുണ്ടാവും, ഈ വെള്ളത്തിനെക്കുറിച്ച് അറിവുണ്ടാവും. ഇപ്പോഴുള്ളവർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളവർക്ക് ഇരുന്നെണീക്കണമെങ്കിൽ വേറൊരാൾ പിടിക്കണം. അതുകൊണ്ട് തിരുവാതിരക്കളിയിൽ ഇപ്പോൾ കുമ്മിയടി ഇല്ലാണ്ടായത് അതുകൊണ്ടാണ്. അപ്പോൾ എന്താ, പഴുത്ത പ്ലാവിൻ്റെ ഇല, പിന്നെ വേപ്പിൻ്റെ ചെത്ത്, വേപ്പിൻ്റെ ഇല, പഴുത്ത പ്ലാവിൻ്റെ ഇല, ഉങ്ങിൻ്റെ ചെത്ത്, ഉങ്ങിൻ്റെ മരല്ലേ അതിൻ്റെ ചെത്ത് കേട്ടോ, ഉങ്ങുമരത്തിൻ്റെ കേട്ടോ ചെത്ത്. അതുപോലെ തന്നെ മാവിൻ്റെ ചെത്ത്. ഈ മാവിൽ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, പശ തള്ളുന്ന മാവുണ്ടാവും. ചില മാവിലൊക്കെ പശ തള്ളും. ആ പശ തിളയ്ക്കുന്നതിൽ ഇടാൻ പാടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. പശയില്ലാത്ത ചെത്ത് നോക്കിയിട്ട് ചെത്തിയെടുത്ത് അത് വാദം കൊല്ലി അഥവാ ഒടിച്ചു കുത്തിയെന്നും കൂടി അത് ചിലർ പറയും കേട്ടോ. ആ ഇല, ഈ പറഞ്ഞ ഇലകളൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം തിളപ്പിക്കുക കേട്ടോ. അതിൽ ആരൊക്കെ കുളിക്കുന്നു, ഒരാൾ കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ കൊള്ളുന്ന അത്ര കല്ലുപ്പ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളം കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. പിശുക്ക് കാണിച്ച് ഇങ്ങനെ പിടിച്ചാൽ ഉത്തരവാദിയാവില്ല കേട്ടോ. കല്ലുപ്പല്ലേ, അപ്പം ഇങ്ങനെ പിടിക്കുക. ശ്രദ്ധിക്കുക, എല്ലാവരും കാണാൻ എങ്ങനെ പിടിച്ചെടുത്തിട്ട് ആ വെള്ളത്തിലിടുക. അത് തിളപ്പിച്ചിട്ട് ആ വെള്ളം ദാഹശമനി പോലെ ആവണം. മനസ്സിലായില്ലേ? ആവുമത്. ആ വെള്ളത്തിനെ ഇളം ചൂടോടുകൂടി മേത്തൊഴിക്കുക. മനസ്സിലായില്ലേ? ഇത് ചികിത്സയാണ്, കർക്കിടക മാസ ചികിത്സ. ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങണമല്ലല്ലോ, ചുറ്റും നടന്നാൽ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ക്ഷേമമായിരുന്നത്. ഇതിന് വലിയ ചിലവില്ലല്ലോ, കുറച്ച് പക്ഷേ ചിലവുണ്ട് കേട്ടോ. അവനവൻ്റെ പ്രവൃത്തി ശരി, അതും കൂടി ചെയ്യാണ്ട് ആരോഗ്യം വേണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ ഇത് നമ്മളിനി പൊടി ഇളക്കി കളയണ്ടേ അല്ലേ? അപ്പം നമ്മൾ സോപ്പൊന്നും ഉപയോഗിച്ചാൽ ഈ എണ്ണയ്ക്ക് വിലയില്ല. ഈ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചിട്ട് അസലായിട്ട് സോപ്പ് തേച്ച് കുളിച്ചാൽ എന്താ ഗുണം അല്ലേ? അപ്പോൾ ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? തേച്ച് കുളിക്കണം. അതിന് തേച്ച് കുളിക്കാനുള്ള തേപ്പ് പൊടി ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ ആയുർവേദ സോപ്പാണ്, ഇത് തേക്ക അതല്ല പറയണത്. നിങ്ങൾ ഉണ്ടാക്കുക പൊടി. എങ്ങനെ ഉണ്ടാക്കണം? കടലമാവ്, കച്ചോലം അഥവാ കൂലാങ്കിഴങ്ങ്. മനസ്സിലായില്ലേ? കടലമാവ്, കച്ചോലം, ചെറുപയർ പൊടി, ചെറുപയർ എന്നിവ നല്ല കാൽക്കം പൗഡർ പോലെ പൊടിക്കുക കേട്ടോ.
പണ്ടൊക്കെ പറഞ്ഞാൽ ശീലപ്പൊടി പോലെ പറയും, ഇപ്പം അത് പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് ടാൽക്കം പൗഡർ പോലെ എന്ന് പറയുന്നത് കേട്ടോ. കാരണം കൃഷ്ണനെ തന്നെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാൽ അറിയില്ല, ലോഡ് കൃഷ്ണൻ പറഞ്ഞാൽ അറിയുന്ന കാലാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നവര അരി തരിയായിട്ട് പൊടിക്കുക. മനസ്സിലാക്കുക. മറ്റുള്ളത് പൊടിക്കേണ്ടത് ശീലപ്പൊടി പോലെയും ഇത് തരിയായിട്ടും പൊടിക്കുക. ശേഷം ഈ പൊടി തേച്ച് വേണം കുളിക്കാൻ. മനസ്സിലായില്ലേ? ഈ പൊടി തേച്ചിട്ട് കുളിക്കണം. ഇത് കുളിക്കുമ്പോൾ തലയെ ഒന്ന് സംരക്ഷിക്കണ്ടേ, മുടിയൊക്കെ. ഇപ്പൊക്കെ ഡൈ അടിച്ചുകൊണ്ട് സംരക്ഷണമൊന്നും വേണ്ട, എങ്കിലും മുടിയുടെ രക്ഷയ്ക്കും, മുടിയുടെ മാത്രമല്ല തലച്ചോറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഓർമ്മശക്തി കുറവ്, മന്ദത, ഉന്മാദം എന്നിവയൊക്കെ വരുന്നതിന് എന്തായാലും കാരണം തലച്ചോറ് ചൂടായിട്ടാണ്. അതിനൊരു ശാന്തി വേണ്ടേ നിൽക്കൊക്കെ? മനസ്സിലായില്ലേ? അതിന് അരി കഴുകിയ വെള്ളമില്ലേ, ആ കഴുകിയ വെള്ളത്തിൽ തണലിൽ തണുപ്പിക്കുക. ഏതെങ്കിലും മരത്തണലിൽ കേട്ടോ തണുപ്പിക്കുക. തുണി കെട്ടിയിട്ട് വേണം തണുപ്പിക്കാൻ, അതിൽ മറ്റൊന്നും വീഴരുത് കേട്ടോ. എന്നിട്ട് വെള്ളിലെ താളിയിൽ ഒരു താളി കിട്ടും. ഇപ്പം അത് കിട്ടാനൊന്നുമില്ല, എങ്കിലും അന്വേഷിക്കുക. അതില്ലാത്തവർ ചെമ്പരത്തി ഇല എടുക്കാം. മനസ്സിലായില്ലേ? അതും ഇല്ലാത്തവർ ഈ നീലയമരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതെടുക്കാം. ഇത് മൂന്നായാലും വിരോധമില്ല. അത് കഞ്ഞിവെള്ളത്തിൽ, മനസ്സിലായില്ലേ? കഞ്ഞിവെള്ളത്തിൽ അരച്ച്, അല്ലെങ്കിൽ ഇത് കുളത്തിൽ കുളിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുളത്തിലെ വെള്ളത്തിൽ കല്ലുമ്മൽ ഇങ്ങനെ നുരടിയിട്ട് തേക്കാം. കാരണം കുളത്തിലെ വെള്ളത്തിൽ അത്രയും മിനറൽസ് ഉണ്ട്, പുഴയിലും. കാരണം അത് പ്രകൃതിദത്തമാണ്. കഞ്ഞിവെള്ളത്തിലാവുമ്പോൾ അതിലരച്ച് കലക്കി കുറച്ചു നേരം വെക്കുക. അരച്ച് കലക്കി അപ്പം തന്നെ തേക്കരുത്, അത് കുറച്ചു നേരം വെച്ച് ഒന്നത് അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകും. ചെറിയ ചെറിയ കൃമിയൊക്കെ എല്ലാത്തിനും ഉണ്ടാവുമല്ലോ, അത് പോവാൻ. ശേഷം അത് തേച്ച് കഴുകുക. മനസ്സിലായില്ലേ? അത് തേച്ചിട്ട് തല തേച്ച് കഴുകുക. ആ സമയത്ത് തലയ്ക്ക് എണ്ണയിടേണ്ട കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പതിവായിട്ടുള്ള എണ്ണ ഉപയോഗിക്കാൻ അത് ഉപയോഗിക്കുക, മാറ്റണ്ട. പതിവായിട്ട് എണ്ണ ഉപയോഗിക്കണില്ലെങ്കിൽ പച്ചക്കുരുമുളകിട്ട് വെച്ച വെളിച്ചെണ്ണ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? അതൊന്നും വേണ്ട, പച്ചക്കുരുമുളകിട്ട് വെച്ച വെളിച്ചെണ്ണ തേക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ താളി ഉപയോഗിച്ച് തല കഴുകിയിട്ട് ആ തലയൊക്കെ തേച്ച് താളിയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ തണലിൽ തണുപ്പിച്ച അരിക്കാടി വെള്ളം അതുകൊണ്ട് തല തേച്ച് കഴുകുക. എന്നിട്ട് സാധാരണ കുളിച്ചോളൂ. ഈ വെന്ത വെള്ളം തലയിൽ ഒഴിക്കരുത് കേട്ടോ. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂട്ടോ. നമ്മുടെ പൂർവികന്മാർ അല്ലെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർ ഉച്ചി ശിരസ് തുടങ്ങി പാദം വരെയുള്ള ചികിത്സയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ. ഏത് ധർമ്മത്തിൽ ഉണ്ടാവും അല്ലേ? ഏതൊരു നാട്ടിലുണ്ടത്? ഇത് ചെയ്തു നോക്കിയ ഒരാൾക്കൊരാപത്തുണ്ടോ? ഇതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇതാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മളുടെ കർക്കിടക കുളി, കർക്കിടക തേപ്പ്, കർക്കിടക കഞ്ഞി, കർക്കിടകത്തിലെ വായന. ഈ കർക്കിടക മാസം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ധർമ്മം പറയുന്നത്. എന്തിനറിയില്ല? ഈ ഔഷധം പിടിക്കണ്ടേ? ഈ ഔഷധം പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ആദ്യകാലത്ത് അവരുടെ ജീവിതം ഈ കാടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതം ജീവിച്ചവർ ഈ കർക്കിടക മാസത്തിലാണ് ചില സൂപ്പുകളൊക്കെ വെച്ച് കുടിക്കുക, ആധർമ്മമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അത് അവരുടെ ജീവിതശൈലി അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഈ ചിട്ടയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെ മത്സ്യമാംസമൊന്നും കഴിക്കാതെ ഈ ചിട്ടയിൽ ജീവിച്ചാൽ അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നവും വരില്ല, എല്ലാം അത് ജീവിക്കാം. മനസ്സിലായില്ലേ? അതും ആ വിധി തെറ്റല്ല കേട്ടോ. അതിലും ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ചെറിയൊരു കണ്ടൻ്റാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞത് നിങ്ങൾ ഫോളോ ചെയ്യുക.
ഇനിയും ഇതിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ സമയം അധികം എല്ലാവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചു കുറേ സമയം എടുത്തിട്ട്. എങ്കിലും പറയുന്നത് വിശദീകരിച്ച് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന രീതിക്ക്. എന്നും നാം പറഞ്ഞത് വെറും 20% ആയിട്ടുള്ളൂ കേട്ടോ. അറിവുള്ളവർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പറയാനുമുണ്ട്. അപ്പോൾ എങ്കിലും ഈ പറഞ്ഞതെല്ലാവരും ജീവിതത്തിലേക്ക് പകർത്തെടുക്കുക, അതിനെ ജീവിതത്തിലേക്ക് പകർത്തുക, അടുത്ത തലമുറയിലേക്ക് പകർത്തു കൊടുക്കുക. എല്ലാവരോടും നമുക്ക് ഒരു അപേക്ഷയേ ഉള്ളൂ. നമ്മുടെ തലമുറകൾ മദ്യം, മയക്കമരുന്ന്, കഞ്ചാവ്, വർഗീയത, ജാതിഭേദം പറഞ്ഞ് തമ്മിൽ തല്ലി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതിനെ ശരിയാക്കാൻ നമ്മുടെ ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇതൊക്കെ വരും തലമുറയെ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ മഹത് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും, അവരതുപോലെ ജീവിക്കും. വിദേശികൾ എന്തിനാണ് നമ്മളെ തെരഞ്ഞു വരുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള മഹത്വങ്ങളുണ്ട് പറഞ്ഞിട്ടല്ലേ. ഇപ്പം നമ്മളൊക്കെ വിദേശികളായ പിന്നെ ഈ മഹത്വങ്ങൾ പിന്നെ എവിടെ ഉണ്ട്? നമ്മൾ അവിടേക്ക് തെരഞ്ഞു പോകേണ്ടി വരും. മനസ്സിലായില്ലേ? എല്ലാവരും ഇത് ഈ വഴിയിലൂടെ എല്ലാവരും സഞ്ചരിക്കണം. ഇനിയും ഇതുപോലെ സത്സംഗങ്ങൾ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഇതുപോലെ തന്നെ ഇന്ന പോലെ സത്സംഗം ചെയ്യണമെന്നൊന്നുമില്ല. 10 പേര് നിങ്ങൾ ആരുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ 10 പേരെ വിളിച്ചു കൂട്ടി ഇങ്ങനെയുള്ള നല്ല കാര്യം സംസാരിക്കണം എന്ന് പറയുകയാണോ? ഞാൻ ഉറപ്പായാലും വരാൻ തയ്യാറാണ്. 10 പേരെ നമ്മൾ നന്നാക്കിയാൽ, ഇസ്രായേലി നമ്മുടെ ആശയങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ചാൽ നമുക്ക് നമ്മുടെ ജനതയെ സംരക്ഷിക്കാം. അതിൽ ഒരു സ്ഥാനമാനങ്ങളോ നമ്മളിൽ ആരും കേവലല്ല, നാളെ ആരുണ്ടാവും നിശ്ചയിക്കാൻ വയ്ക്കുമോ? എല്ലാവരും മുമ്പിൽ നമുക്ക് ഒരു കാര്യമേ, നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. അമ്പോട്ടി തമ്പുരാൻ എന്നൊരു വ്യക്തി ഇല്ലാതാവുമ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ തലമുറയ്ക്കായിട്ടൊരു സംഭാവന ചെയ്യണം എന്നേ ഉള്ളൂ. ഇതുപോലെ നിങ്ങളിൽ ഓരോരുത്തരും ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചെയ്താൽ നമ്മുടെ ഗുരു പരമ്പരകൾക്ക് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ അതാണ്. അത് ചെയ്യാൻ പഠിക്കുക. ഇതോടുകൂടിയിട്ട് നമ്മൾ ഇതിനെ പകുതിയിൽ നിർത്തിവെക്കുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ നീ ചോദിക്കാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വേറെ ചോദ്യങ്ങളൊന്നും ഇന്ന് ചോദിക്കരുത്. അതുപോലെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒന്നും ചോദിക്കരുത്. അപ്പം ആ മുമ്പിലോട്ട് വന്ന് ചോദിക്കാൻ മറുപടി. രാമായണം വായിക്കുമ്പോൾ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം വരെയാണ് വായിക്കുക. ഈ ഉത്തരകാണ്ഡത്തിന് വല്ല മഹത്വമുണ്ടോ? ഉത്തരകാണ്ഡം അടുപ്പം വരുന്നത് ഉത്തരരാമായണത്തിലായിരിക്കും. പിന്നെ നിർബന്ധമായും നമ്മൾ ഹിന്ദുമത ആചാരങ്ങളുടെ പ്രകാരം സുന്ദരകാന്ഡമാണ് അവരവരുടെ വീട്ടിൽ. അത് ആ കർക്കിടക മാസം ഇല്ല, എപ്പോഴും വായിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ഓരോ ഏകാദശി വ്രതം ഇരുന്ന് സുന്ദരകാന്ഡം വായിച്ചാൽ എത്ര വലിയ അസാധ്യമായ കാര്യവും സാധിച്ചു കിട്ടും. അത് അംബരീഷ ചരിതമൊക്കെ വായിക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയൊരു കാര്യമാണ്. ഏകാദശി വ്രതമെടുത്ത് സുന്ദരകാന്ഡം വായിക്കുന്നവർക്ക് എത്ര വലിയ കുടുംബ പ്രശ്നങ്ങൾക്കും ശാന്തി കിട്ടും. ഭഗവാനെ പ്രാർത്ഥിച്ചത് ചെയ്യാവുന്നതാണ്. നമസ്കാരം. ദശപുഷ്പം നമ്മൾ എവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റും? അത് മുഴുവനും കിട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? ദശപുഷ്പം സാധാരണ പറമ്പുകളിലൊക്കെ കിട്ടും. ഏകദേശമുള്ള എല്ലാ പറമ്പുകളിലും ഇതൊക്കെ സുലഭമായി കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ ദശപുഷ്പത്തിന് ചില മരുന്നുകൾ ചേരില്ല. അതുകൊണ്ട് ഇപ്പോഴൊക്കെ പലരും മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് പല ഭാഗത്തും ഇല്ലാതായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ദിക്കിലും അത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോഴൊക്കെ നഴ്സറികളിലടക്കം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങി വീട്ടിൽ നട്ടുപിടിപ്പിക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും ഉചിതം. പിന്നെ അത് നമുക്ക് എല്ലാം കിട്ടിയില്ലെങ്കിൽ കൂടി കിട്ടുന്നത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഒന്നില്ല എന്നതുകൊണ്ട് ചെയ്യാതിരിക്കണം എന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ എല്ലാം കിട്ടാവുന്നത് അത്രയും നിങ്ങൾ കളക്ട് ചെയ്യുക. പിന്നെ ദശപുഷ്പം നമ്മൾ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ അത് മുഴുവനായിട്ടും പറിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഓരോ കണങ്ങളെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകും. കർക്കിടക വാവിനെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും
ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണത്. നമുക്ക് വിട്ടുപോയതാണ്, ഞാൻ പറയണമെന്നൊക്കെ നിരീക്ഷിച്ചു. പക്ഷേ നാം ഈ നേരായി എന്നുള്ളൊരു വെപ്രാളം കൂടി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം പലർക്കും പല തിരക്കും ഉണ്ടാവും. അപ്പോൾ നാം ഇരുത്തി എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു എന്ന് കരുതല്ലോ. അതുകൊണ്ട് കർക്കടക വാവ് ഏറ്റവും 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 ഒരു ആവശ്യജനകമായ കാര്യമാണ് ആ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇത്രയും ശ്രേഷ്ഠമായൊരു ചോദ്യം ചോദിച്ച അദ്ദേഹത്തിനോട് എത്ര പറഞ്ഞാലും മതിയാകും. ഈ കർക്കടക വാവ് ഇപ്പോൾ വാവുത്സവമാണ്. കർക്കടക വാവ് ഇപ്പോൾ വാവുത്സവമാണ്. അപ്പോൾ വാവുത്സവം എന്നൊരു ഉത്സവത്തിലൊന്നും ആരും പെടരുത്. കർക്കടക വാവ് ഏറ്റവും മഹത്താണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരായണ സൂര്യൻ ദക്ഷിണായനായി മാറിക്കൊണ്ടിരിക്കുന്ന, പൊതുവെ വാവ് എന്ന് പറയുന്നത് തന്നെ സൂര്യനും ചന്ദ്രനും ഒരേ രേഖയിൽ വന്നു ചേരുന്ന കാലഘട്ടം. സൂര്യൻ്റെ മുൻപിലേക്ക് ചന്ദ്രൻ വരുമ്പോൾ പൗർണമി, പിമ്പിലേക്ക് പോകുമ്പോൾ അമാവാസിയും. അങ്ങനൊരു വിശ്വാസമാണ്. സൂര്യചന്ദ്രന്മാർ ഒരു രേഖയിൽ ഉണ്ടാവും എന്നാണ് ആ സങ്കല്പം. അതിൽ ഈ ചന്ദ്രനും സൂര്യനും ഒരു രേഖയിലായി മാറുന്നത് കർത്തവാവിനാണ്. അതുകൊണ്ടാണ് പിതൃതർപ്പണത്തിന് അത് വിശേഷം. കാരണം സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയുമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മക്കത്തായം മരുമക്കത്തായം എന്നുള്ളൊരു സങ്കല്പം. കാരണം മക്കത്തായത്തിലുള്ളവരെല്ലാവരും 12 ദിവസക്കുല ആചാരം കർമ്മങ്ങളാണ് ചെയ്യുക. കാരണം മക്കത്തായം അച്ഛൻ്റെ പാരമ്പര്യമാണ്. പന്തിരാദിത്യന്മാരാണ് അതിന് പ്രാധാന്യം. അതാണ് 12 ദിവസത്തെ. 12ാമത്തെ ദിവസം സൂര്യൻ ഉദിച്ചാൽ അവരുടെ ശരീരം ശുദ്ധമായി, തല കഴിഞ്ഞു. മനസ്സിലായില്ലേ? മരുമക്കത്തായികൾ 16 ദിവസം എടുക്കും. കാരണം ചന്ദ്രനാണ്. ചന്ദ്രൻ 15ആണ്. കാരണം 15 തിഥിയുണ്ട്. ആ 15ാമത്തെ ദിവസം രാത്രിയിലെ ചന്ദ്രപ്രകാശം ശരീരത്തിൽ തട്ടിയാൽ ശുദ്ധമായി. 16ാമത്തെ ദിവസം തന്റെ അടിമക്കാവോ പല ദേവതയെ പോയി തൊഴുതിട്ട് വന്നാൽ അവർ ശുദ്ധമായി. ഇതാണ് പല. പക്ഷേ ഇപ്പോൾ 2ഉം 1ഉം ദിവസമായി തുടങ്ങി. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പല വാലായ്മ എന്താണെന്ന് തന്നെ നിശ്ചയില്ലാത്തൊരു കാലമാണ്. അപ്പോൾ അതാണ് സൂര്യചന്ദ്രന്മാർ, അച്ഛൻ അമ്മ. മനസ്സിലായി? ഈ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്ന സമയമാണ് ഈ കറുത്ത വാവ് എന്ന് പറയുന്നത്, ഈ ഒരേ രേഖയിൽ. അപ്പോൾ ഈ കറുത്ത വാവിന് നമ്മൾ പിതൃതർപ്പണം എല്ലാ മാസവും കറുത്ത വാവിന് ചെയ്യാം. പിതൃതർപ്പണം. ആ പിതൃതർപ്പണം ചെയ്യുന്നതിന് എന്താ ഫലം? കാരണം ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും ക്രോമസോമുകളിൽ നിന്നാണ് നമ്മൾ ജനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അച്ഛൻ്റെ ക്രോമസോമും അമ്മയുടെ ക്രോമസോമും നമ്മളിൽ പകുതി തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം അച്ഛൻ്റെ വംശത്തിലും അമ്മയുടെ വംശത്തിലും വേണ്ടുന്നവർക്ക് പിതൃക്കളാണ് നമുക്ക്. നമ്മൾ ഏത് മക്കത്തായം എടുത്താലും മരുമക്കത്തായം എടുത്താലും അച്ഛൻ്റെയും അമ്മയുടെയും പിതൃക്കൾ നമ്മുടെ പിതൃക്കളാണ്. അത് നമ്മൾ ആചരിക്കേണ്ടതാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു വിഭാഗത്തെ മാത്രമേ ആചരിച്ചു വരൂ. മറ്റൊരു വിഭാഗത്തിൻ്റെ കുറവ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ കുറവ് നികത്താനാണ് ഈ കറുത്ത വാവിൽ നിങ്ങൾ കർമ്മം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്കല്ല, പിതൃഭ്യോ നമ. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിതൃക്കളെ സന്തോഷിച്ചു. മനസ്സിലായില്ലേ? കാരണം ചില വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സമുദായപരമായിട്ടോ ഉള്ള കാര്യത്തിൽ ചില വിഭാഗത്തിന് ചെയ്യുന്നത് അവർ അംഗീകരിക്കില്ല. അപ്പം അതുകൊണ്ട് പിതൃഭ്യോ എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തെ പിതൃക്കളും അതിൽ ശാന്താവും. അങ്ങനെ കറുത്ത വാവിന് ബലിയിടാം, തർപ്പണം ചെയ്യാം. ഇതിൽ ശ്രേഷ്ഠമായ കറുത്ത വാവുകൾ ഹിന്ദു ധർമ്മപ്രകാരം അല്ലെങ്കിൽ സനാതന ധർമ്മപ്രകാരം മാതാവോ പിതാവോ നഷ്ടപ്പെട്ട, അത് മകനായാലും മകളായാലും വർഷത്തിൽ ബലിയിടണം. ഏത് സ്ഥലത്ത് നിങ്ങൾ ശാർദം ചെയ്ത്, ഞാൻ ഗയാശാർദം ചെയ്തു, തിരുനെല്ലിയിൽ പോയി ചെയ്തു, നിങ്ങൾ ശാർദം മൂട്ടണ്ട. ശാർദം മൂട്ടാനുള്ള അധികാരമില്ല. അവിടെ പോയി ചെയ്യുന്ന ശാർദം ബലി നിങ്ങൾ മരിക്കുന്നത് വരെ ചെയ്തേ പറ്റൂ. ചെയ്യാത്തവരൊക്കെ പാപികളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ചെയ്യാൻ പോലും 3 വർഷത്തിൽ 3 ഭാഗമുണ്ട്. 3 വാവ് നമുക്ക് ചെയ്യാം വർഷത്തിൽ. മനസ്സിലായില്ലേ? വർഷത്തിൽ ശ്രേഷ്ഠമായ 3 വാവുണ്ട്. അത് വാവു ബലി ചെയ്യുന്ന ഒരു വാവ്, പിതൃബലി ചെയ്യുന്ന ശാർദ്ധബലി ചെയ്യുന്ന ഒരു വാവ്, ആത്മബലി ചെയ്യുന്ന ഒരു വാവ്. ഇങ്ങനെ 3 വാവുണ്ട്. മനസ്സിലായില്ലേ? അതിൽ വാവു ബലി സകലമായ പിതൃക്കൾക്കും ചെയ്യുന്ന ബലി കർക്കടക വാവ്. മനസ്സിലായില്ലേ? അയനം മാറി മറ്റയനം വരുന്ന കാലഘട്ടം, സൂര്യചന്ദ്രാക്കന്മാർ ഒരേ രേഖയിൽ നിൽക്കുന്ന സമയം, എല്ലാം കൊണ്ടും അത് വിശേഷമാണ്. അന്ന് സകല പിതൃമണ്ഡലങ്ങളും നമ്മുടെ വിശ്വാസപ്രകാരം പിതൃമണ്ഡലം തുറന്നിരിക്കും. എല്ലാ പിതൃക്കൾക്കും നിങ്ങൾ അർപ്പിക്കുന്ന ബലിതർപ്പണം എല്ലാ പിതൃക്കൾക്കും പോയി ചേരും. അറിഞ്ഞും അറിയാതെ അജ്ഞാതമായ പിതൃക്കൾക്ക് ആ ബലി പോയി ചേരും. അതാണ് കർക്കിടക വാവിനുള്ള ഏറ്റവും പ്രത്യേകത.
പിന്നെ അടുത്തത് രണ്ടാമത്തെ കർക്കവാവിൻ്റെ പ്രത്യേകത കഴിഞ്ഞിട്ടില്ല കേട്ടോ. എങ്കിലും രണ്ടാമത്തത് ശാർദ്ധബലി. മനസ്സിലായില്ലേ? മരിച്ച നക്ഷത്രത്തിനാണ് എല്ലാവരും നക്ഷത്രം അല്ലെങ്കിൽ വിധിയോ എടുത്ത് ശാർദ്ധം ചെയ്യും അല്ലേ? ഒരു വലിയ കുടുംബം, ആ കുടുംബത്തിൽ ശാർദ്ധം ചെയ്യണമെങ്കിൽ ഈ നക്ഷത്രമോ ദിതിയോ എടുത്താൽ പിന്നെ ദിവസം ശാർദ്ധം ചെയ്യാൻ ശരിയോ? വലിയ തറവാടുകളൊക്കെ നോക്കിയാൽ ദിവസം ശാർദ്ധകൂട്ടിന് കറക്റ്റായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അതിനുള്ള ഒരു വഴി പോംവഴിയാണ് കണ്ടിരിക്കുന്നത്. തുലാം വാവ്, തുലാമാസത്തിലെ വാവ് ശാർദ്ധബലിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ അച്ഛന് മാത്രം ബലിയിടുന്നവർ, അമ്മയ്ക്ക് മാത്രം ബലിയിടുന്നവർ, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് മാത്രം, ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശാർദ്ധമായിട്ട് ചെയ്യുന്ന വാവാണ് ഈ തുലാവാവ്, തുലാമാസത്തിലെ കർത്തവാവ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മബലി. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാത്തവർക്കും ബലിയിടാം, ശാർദ്ധം മുടങ്ങിപ്പോയവർക്കും മുടക്കായിട്ടുള്ള ബലിയിടാം, അവനവന് മാത്രമായിട്ടുള്ള സ്വപിണ്ഡം, സപിണ്ഡിയല്ല സ്വപിണ്ഡം, ആത്മബലി ചെയ്യാൻ പറ്റിയ ഒരു വാവ് ഏതാണെന്നറിയോ? കുംഭമാസത്തിലെ വാവ്. മനസ്സിലായില്ലേ? പൂന്താനം പ്രത്യേകമല്ല, കുംഭത്തിലാണ് നമ്മുടെ ശാർദ്ധം വരുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുംഭത്തിലെ വാവ് അങ്ങനെയാണ്. അങ്ങനെ ഈ 3 വാവ് ബലിതർപ്പണം ചെയ്യാനുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യം 3 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കർക്കിടക വാവ് നിർബന്ധമായിട്ടും ചെയ്യാം. പിന്നെ കർക്കിടക വാവിന് നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെ ബലിയിടണം എന്നൊരു സംഗതി ഇല്ല. അത് അടിച്ച് പറയാൻ പറ്റും, അങ്ങനൊരു ആചാരമില്ല. മനസ്സിലായില്ലേ? ശ്രേഷ്ഠങ്ങളിൽ ശ്രേഷ്ഠം അവനവൻ്റെ വീടാണ്. ശരി, ഈ ലോകത്ത് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളുടെ വീട് പോലെ ശ്രേഷ്ഠമായ വേറൊന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളുടെ വീട് പോലെ വയസ്സായി, ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കൂ. നിങ്ങളൊക്കെ വയസ്സായി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ വേറെ ഒരു സ്ഥലത്ത് കൊണ്ട് വിടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഞങ്ങൾ മരിക്കുന്നവരെ എവിടെയെങ്കിലും ഇരുന്നോളാം, വെള്ളവും ഇല്ലെങ്കിലും വെളുത്തും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? അപ്പം നിങ്ങളുടെ പിതൃക്കൾക്കും അതേ ചിന്തയുണ്ടാവുള്ളൂ. നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് നിങ്ങൾക്ക് ബലിയിടാം, അതിനൊരു തെറ്റുമില്ല. അതാണ് ഒരുപക്ഷെ ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠത. മനസ്സിലായില്ലേ? ഒന്ന്. അതിന് മന്ത്രം, ബലിക്ക് മന്ത്രങ്ങളുണ്ട് കേട്ടോ. ബലിക്ക് മന്ത്രമില്ല എന്ന് എനിക്ക് പറയാൻ വയ്യ. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ ഒന്നുമില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങൾ അച്ഛാന്നോ അമ്മയാണോ വിളിക്കേക്കില്ലേ അവര് അല്ലേ? അവരുടെ പേരിൽ നാം വിളിച്ചാൽ, നാം വിളിക്കുന്നതാണോ കേൾക്കുക, നിങ്ങൾ വിളിക്കുന്നതാണോ കേൾക്കുക? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക അല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയും പരിചയപ്പെടുത്തി തരാൻ ഇനി ഒരാൾ വേണം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ ഇനി ഒരാളുടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ബലിയിടാൻ ഒരു മന്ത്രവും വേണ്ട. അതിനുള്ള സാധനങ്ങൾ ഒരുക്കി അവനവൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛ, എൻ്റെ അമ്മേ, എൻ്റെ അമ്മാമ്മ, അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ആരെയൊക്കെ കാണുന്നു അവരെയൊക്കെ സങ്കല്പിച്ച് നിങ്ങൾ അവിടെ ബലിയിടാം. ഒരു തെറ്റുമില്ല. നമ്മുടെ ഒരു വേദങ്ങളും അതിനെതിരല്ല. നിങ്ങൾ ശ്രേഷ്ഠന്മാരായ ഗുരുക്കന്മാർക്ക് ചോദിക്കും, അതാണ് ശരി. പണ്ടുള്ളവർ ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇന്ന് ഉത്സവമായപ്പോൾ ഇന്ന് ബലിയിടുന്നത് ഒരിക്കലും നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടിയല്ലല്ലോ, സമൂഹത്തിൽ പറയാനല്ലേ. ഞാൻ ഇന്ന ഭാഗത്താ ബലിയിട്ട്, നീ എവിടെ ബലിയിട്ട്? ഞാൻ ഇന്ന ഭാഗത്താ ബലിയിട്ട്, ഇത് പറയാനല്ലേ ബലിയിടുന്നത്, അല്ലാണ്ട് നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് കൊടുക്കാനാ. അപ്പോൾ ഇങ്ങനെ ബലിയിടാം. ഒന്ന്, മനസ്സിലായില്ലേ? രണ്ട്, നല്ലൊരു ഗുരുവിനെ, നല്ലൊരു ആചാര്യനെ കൂട്ടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കുളപ്പുറയിലോ കുളത്തിലോ പുഴയിലോ അല്ലെങ്കിൽ ഒരു ദൈവസന്നിധിയിലോ ബലിയിടാം. മനസ്സിലായില്ലേ? പക്ഷേ എല്ലാവരും കൂട്ടമായി ചേർന്ന് വെപ്രാളപ്പെട്ട് അതവിടെ വെക്കണം ഇതിവിടെ വെക്കണം എന്നറിഞ്ഞ് അങ്ങനെ ബലിയിടുന്നത് ഒരിക്കലും അനുകൂലമല്ല. നമ്മുടെ മാത്രം അഭിപ്രായമാണ്. അതാരെങ്കിലും അലോഹ്യം വിചാരിച്ചാൽ വിചാരിച്ചോളൂ, ഒരു വിരോധവുമില്ല. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സാണ് അതിൽ വേണ്ടത് അല്ലേ? മനസ്സർപ്പിച്ചൊരു ബലിയിടാൻ നിങ്ങൾക്കൊരു 20 മിനിറ്റ് കൊണ്ടൊന്നും ഒരു ബലിയും കഴിയില്ല. കഴിയുമോ? അപ്പോൾ ഈ ആൾക്കാർ കൂട്ടത്തോടെ ചെയ്യണമെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ട് എന്ത് ബലി നിങ്ങൾ ചെയ്തു? നിങ്ങളുടെ ഏത് പിതൃവിനെ മനസ്സിൽ സങ്കല്പിച്ചു? ഏത് പിതൃ അതിൽ പ്രസാദിച്ചു? മനസ്സർപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക.
അല്ലാതെ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നല്ലപോലെ മനസ്സർപ്പിച്ച് ചെയ്യാം. പിന്നെ ഈ ബലിയിടുന്നത് ഒരു കാൽ കുന്തിച്ച് വെച്ച്, ഒരു കാൽ, അതും പുരുഷന്മാരാണെങ്കിൽ വലത്തേ മുട്ട് കുന്തിച്ച് വെച്ച് ചെയ്യണം, സ്ത്രീകളാണെങ്കിൽ ഇടത്തേ മുട്ട് കുന്തിച്ച് വെച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട് നിയമം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചെയ്യണം. അത് പിണ്ടപ്പോൾ ശവണ്ടി ക്രിയകളൊക്കെ ചെയ്യുമ്പോഴാണ് അത് നിർബന്ധമുള്ളൂ. ബലിക്ക് അങ്ങനെ നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അവനവൻ്റെ ആരോഗ്യസ്ഥിതി നോക്കി അവനവന് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്ന് ചെയ്യാം. ഇത് കാലുവേദനയിൽ മനസ്സൊക്കെ പോയിട്ട് പിന്നെ നിങ്ങൾ അവിടെ ആർക്കാ ചെയ്യണത്? നിങ്ങൾ ബലിയിടണോ? എൻ്റെ കാല് വേദനിക്കണമല്ലോ എന്ന് ചിന്തിച്ച് ഈ കാലെടുത്ത് വെച്ച് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ച് ആ ചെയ്യുന്നതിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അവിടെ ഇരിക്കുന്നവരെ ബോധിപ്പിക്കേണ്ട, ആചാര്യനെ ബോധിപ്പിക്കേണ്ട, ഒരാളെ നിങ്ങളുടെ മനസാക്ഷിയെ ബോധിപ്പിക്കൂ. നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾ നിങ്ങളുടെ പിതൃവിനെ വിളിച്ചു കൊടുത്തു എന്ന് തോന്നിയാൽ മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ എങ്ങനെ ഇരിക്കണം എന്നല്ല, പക്ഷെ ഈറൻ വേണം, നിർബന്ധമാണ്. കാരണം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മ ചൈതന്യത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. സൂക്ഷ്മ ചൈതന്യത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ സ്ഥൂലം കളങ്കമറ്റതാവണം. നമ്മൾ എത്ര ശുദ്ധിയാക്കിയാലും നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള വായുവും ദ്രാവകവും പുറത്തു വരും, അശുദ്ധാണ്. മനസ്സിലായില്ലേ? മലപാത്രമാണ് നമ്മുടെ ശരീരം. അപ്പം അതിനെ ഈറൻ കൊണ്ട് ശുദ്ധിയോടുകൂടി ചെയ്യണം. അതിനാണ് ഈറൻ നിർബന്ധമാണ്. ഈറനിട്ട് ബലിയിടുക. നിങ്ങൾക്ക് ബലിയിടാൻ അത്യധികമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യമുണ്ട്, കറുകയും ചെറുകുളിയും, അല്ലേ? അപ്പോഴേ പറഞ്ഞു തന്നതിൽ മനസ്സിലായിണ്ടാവും. കറുകാര സൂര്യൻ. സൂര്യസാക്ഷിയിൽ ബലിയിടണം എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ? ബലി ചെയ്യണത് സൂര്യസാക്ഷിയിലാണ്. കർക്കിടകത്തിൽ സൂര്യൻ ഉദിക്കുക, കർക്കിടകത്തിൽ സൂര്യൻ ഉദിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സൂര്യനെ സങ്കല്പിച്ചിട്ട് കറുക വയ്ക്കുന്നു. കറുക എന്തിനാ വെക്കണത്? സൂര്യനെ സങ്കല്പിക്കുക. സൂര്യന്റെ സാക്ഷിയിലാണ്. വിളക്ക് കൊളുത്തിയിട്ടല്ല ബലിയിടുക. പണ്ടൊക്കെ കുളത്തിൻ്റെ ഓരത്തോ പുഴയുടെ ഓരത്തോ കുളിച്ച് ബലിയിടുകയാണ്. അന്ന് വിളക്കൊന്നും കൊണ്ടുപോയില്ല, ബലിയിടാനുള്ള സാധനങ്ങളെ കൊണ്ടുപോകുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ കറുക വെക്കുന്നത് സൂര്യനെ സാക്ഷി നിർത്തുക. സൂര്യനാണ് കറുക. സൂര്യനെ സാക്ഷിയായി, ആദിത്യ സാക്ഷിയായി ബലിയിടുന്നു. അതിന് കറുക വെച്ചു. മനസ്സിലായില്ലേ? ആദിത്യനെ സാക്ഷി നിർത്തി കർമ്മശുദ്ധി വരുത്താൻ കറുക കൊണ്ട് പവിത്രം ധരിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? പിന്നെ എന്ത് വേണം? ദർഭ. ദർഭ എന്താണെന്നറിയോ? പീഠമാണ്. ഈ പിതൃക്കളെ നമ്മൾ പിതൃലോകത്തുനിന്ന് ആ തൂശനിലയിലേക്ക് കൊണ്ടുവന്നിരുത്താൻ ദർഭ വേണം. ദർഭ വിരിച്ചു. പിതൃക്കൾ ആ ദർഭയിൽ വന്ന് ഇരിക്കാൻ വേണ്ടി സങ്കല്പിച്ചു. പിതൃഭ്യോ മമ ദർഭ പീഡാസനേ ആസനസ്ഥയാമി. പിതൃക്കളെയും പിതൃഗണങ്ങളെയും എൻ്റെ ഈ ദർഭാപീഠത്തിൽ വന്നിരിക്കൂ എന്ന് പറഞ്ഞു. എന്നതിന് ശേഷം അതിലേക്ക് ജലം കൊണ്ടും ഗന്ധം കൊണ്ടും പുഷ്പം കൊണ്ടും ആദ്യം പൂജിച്ചു. ആ പുഷ്പം ചെറുള അണിക്കണം. എതിരാ ചെറുള? യമന്റെ പുഷ്പമാണ്. മനസ്സിലായില്ലേ? യമനെ പ്രസാദിപ്പിച്ചാലേ യമൻ കൊണ്ടുപോയവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂ, അല്ലേ? അതിനാണ് ചെറുള പുഷ്പം എടുക്കുന്നത്. ആ പുഷ്പം കൊണ്ട് ആദ്യം പൂജിച്ചു. പിന്നെ എന്ത് ചെയ്യും? തിലജലം. തിലം എന്ന് പറഞ്ഞാൽ എള്ള. തിലകം അല്ല, തിലം. തിലഹോമം എന്നാണ് പറയുക, തിലകഹോമം അല്ല, തിലഹോമം. തിലം. തിലം എന്ന എള്ള് തൊട്ട് ജലമെടുത്ത് തിലജലം കൊടുക്കുന്നു. ശേഷം തിലജലം കൊടുത്താൽ വീണ്ടും സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു. അന്നം, അരി, മനസ്സിലായില്ലേ? ഉണങ്ങല്ലരി, അതുകൊണ്ടുള്ള ജലം കൊടുക്കുന്നു. പിണ്ടമായിട്ട് കൊടുക്കുന്നവർക്ക് പിണ്ടം കൊടുക്കാം, പക്ഷെ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. തിലജലവും അന്നജലവും കൊടുത്ത് ശേഷം പുഷ്പമിട്ട് വന്നിട്ട് നമസ്കരിച്ച് ഓരോരുത്തർക്കും അങ്ങനെ സങ്കല്പിച്ചാൽ ആ ബലി പൂർത്തിയായി. ഒരു ആചാര്യൻ മുഖേനയാണെങ്കിൽ അവരത് പറഞ്ഞും കൂടി തരും. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്തതിന് ശേഷം കൂട്ട നമസ്കാരം ചെയ്യണം. മനസ്സിലായില്ലേ? ബലിയിട്ടാൽ മാത്രം പോരാ, ബലിയിട്ടിട്ട് വെള്ളം കൊടുക്കണം. അതിന് കുറച്ച് ചടങ്ങുണ്ടാവും, വേറെ പിന്നെ പറഞ്ഞു തരാം. എങ്കിലും നമസ്കരിക്കണം. അഷ്ടദിഗ്ബാലകന്മാരെ നമസ്കരിക്കണം. എന്നിട്ട് പിതൃക്കളെ നമസ്കരിക്കണം. അപ്പം അതിനെയാണ് കൂട്ട നമസ്കാരം. നമ്മൾ 5 പേര് കൂടി നമസ്കരിക്കുകയല്ല. അഷ്ടദിഗ്ബാലകരെയും പിതൃമണ്ഡലത്തെയും നമസ്കരിക്കുന്ന ചടങ്ങിൻ്റെ പേരാണ് കൂട്ട നമസ്കാരം. മനസ്സിലായില്ലേ? ഇത് ചെയ്താൽ ഒരു ബലി പൂർത്തിയായി.
ഇത് സങ്കല്പിച്ച് അവനവന്റെ വീട്ടിൽ അവനവൻ ചാണകം മെഴുകിയ ഒരു വൃത്തത്തിൽ ചെയ്താൽ പൂർണ്ണ വൃത്തിയാവും. നിങ്ങളുടെ പിതൃക്കൾ